ചില ആൾക്കാർ പറയും ഈ ക്യാൻസർ ക്യൂർ എന്നുള്ള 5 years സർവൈവൽ എന്ന രീതിയിൽ പറയുന്നത് അതൊരു തെറ്റായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ടേമാണ്. കാരണം വെച്ചാൽ ക്യാൻസർ തിരിച്ചു വരുവാണെങ്കിൽ സാധാരണ ക്യാൻസർ തിരിച്ചു വരുവാണെങ്കിൽ it will come back in 5 years. If it doesn't come back in 5 years, it's cured, okay. All cancers? Or not all cancer. Those who cancer cured is cured. There is nothing called incurable. ഒരു ക്യാൻസർ വന്നപ്പോൾ എനിക്ക് ഞാൻ പറയും തൈറോയിഡ് ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു, ഐ എം ക്യൂർഡ്, ഐ ഡോണ്ട് ഹാവ് ക്യാൻസർ, ഓക്കെ. അതുപോലെ തന്നെ ഈ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും, ഇന്നലെ ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടു, 5 കൊല്ലം കഴിഞ്ഞു, ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വായിലെ ക്യാൻസർ വന്നാണ്, ട്രീറ്റ് ചെയ്തു, സുധീന്ദ്ര കണ്ട പേഷ്യൻ്റാണ്. ഞാൻ പറഞ്ഞു ഇനി വരേണ്ട കാര്യമില്ല മാഡം, നിങ്ങൾക്ക് അസുഖമില്ല, രോഗിയല്ല, പോകോളം പറഞ്ഞു. ഓക്കെ, 5 വർഷം വരും. പക്ഷെ ചില ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ, ചില ക്യാൻസർ ഉണ്ട്, ഇറ്റ് ക്യാൻ കം ബാക്ക് ലേറ്റർ. അങ്ങനെ വരുവാണെങ്കിൽ യു ഹാവ് ടു സർട്ടൻ ക്യാൻസർ യു ഹാവ് ടു ഫോളോ ഫോർ ലോങ്ങർ പീരീഡ്. അതെ. റിക്കറിംഗ് ക്യാൻസറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു വാക്സിൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ, അതിൻ്റെ ഒരു എന്തായി? റിക്കറിങ് ക്യാൻസറിനെ പറ്റി എനിക്കറിയില്ല. അതിൻ്റെ ക്യാൻസർ വാക്സിൻസ് വരുന്നെന്ന് പറഞ്ഞിട്ടൊരു സമയത്ത് ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പറയുന്നത് റിക്കറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ വാക്സിൻസ് ഉണ്ടോ? അല്ല, അതിന് പല ഇതുണ്ട്. റിക്കറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള CAR-T പ്രോഗ്രാം പോലത്തെയൊക്കെ ഇതുണ്ട്. പക്ഷേ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നേരത്തെ റിക്കറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതുണ്ട്. അതിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പാറ്റേൺ ഓഫ് മ്യൂട്ടേഷൻ അനുസരിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കുലേറ്റിംഗ് ട്യൂമർ DNA എന്നുള്ളതുണ്ട്. ബ്ലഡ് ടെസ്റ്റ്, ലിക്വിഡ് ബയോപ്സി എന്നൊക്കെ ഉള്ളതാണ്, രക്തത്തിൽ കൂടെ പരിശോധിക്കുന്നത്. സാധാരണ അസുഖം വന്നിട്ട് നമ്മൾ നോക്കുന്നത് പേഷ്യൻ്റ് നോക്കും, ക്ലിനിക്കിൽ നോക്കും, സ്കാൻ ചെയ്യും, പെറ്റ് സ്കാൻ എടുക്കുകയും ചെയ്യും. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ അറ്റ് ജീനോമിക് ലെവലിൽ തിരിച്ചു വന്നു അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീൻ മ്യൂട്ടേഷൻ അനുസരിച്ച് നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ ആദ്യം പറഞ്ഞ 5 വർഷത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ പിന്നെ ക്യാൻസർ ക്യൂർഡ് ആയി. അത് എല്ലാ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിനും അങ്ങനെ തന്നെയാണ്? എല്ലാം ഇല്ല. ചില ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനത്തെ അത് ഇറ്റ് ക്യാൻ കം ബാക്ക് ആഫ്റ്റർ 5 years വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ചില ക്യാൻസർ ഉണ്ട്, വായിലെ ക്യാൻസറൊക്കെ അത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ക്യാൻസർ വിൽ നോട്ട് കം ബാക്ക്. പക്ഷേ ഈ സെയിം ഹാബിറ്റ്സ് ഉണ്ടായതുകൊണ്ട് ദേ ക്യാൻ ഡെവലപ്പ് നദർ ക്യാൻസർ. പക്ഷേ പെർട്ടിക്കുലർ ഇൻഡെക്സ് ക്യാൻസർ ഈസ് ക്യൂർഡ്. വളരെ കുറച്ചാണ്, ഓൺലി അബൌട്ട് 5 to 10%. ചില ക്യാൻസർ ഉള്ളൂ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, കോളൻ ക്യാൻസർ ഉണ്ട്, ഓവേറിയൻ ക്യാൻസർ, അങ്ങനെ കുറച്ച് ഹെറിഡിറ്ററി ആയിട്ടുള്ളത്. അതിനകത്ത് എല്ലാം ഇല്ല, അതിനകത്ത് ചെറിയൊരു സ്മോൾ പെർസെൻറ്റേജ്. ബാക്കിയുള്ള ക്യാൻസർ ഒന്നും ഹെറിഡിറ്ററി അല്ല. പിന്നെ ചില റെയർ ആയിട്ടുള്ള തൈറോയിഡ് ക്യാൻസർ ഒക്കെ ഉണ്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ളത്. അതെ. പ്രത്യേകിച്ച് യങ് ആൾക്കാർ, ഇപ്പോൾ സാറ് ചോദിച്ച പോലെ യങ് ആൾക്കാർക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പറയാനും ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിക്കാനായിട്ടുള്ള ആലോചന കുറയുന്നുള്ള ഇതുകൊണ്ട്. പിന്നെ മാത്രമല്ല ഫാമിലി വന്നു കഴിഞ്ഞാൽ പറയും ആ ഫാമിലിയിൽ കുടുംബത്തിൽ ക്യാൻസർ ഉണ്ടാവും എന്നുള്ള അങ്ങനത്തെയൊക്കെ ഇതുണ്ട്. അത് ക്യാൻസർ അങ്ങനെ പേടിക്കേണ്ട അസുഖമല്ല, അത് വന്നാൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാവുന്ന അസുഖമാണെന്നുള്ള ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണം. മിക്കവാറും വരണം എന്നുള്ളത് ഒന്നുകൂടി ബ്ലഡ് ക്യാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രെയിൻ ക്യാൻസർ, ചില സാർക്കോമാസ് എന്നുള്ളത് മിക്കവാറും ബ്ലഡ് ക്യാൻസറാണ്, അല്ലെങ്കിൽ പിന്നെ സാർക്കോമാസ് അല്ലെങ്കിൽ ബ്രെയിൻ ക്യാൻസർ. അല്ല. സോ അതുകൊണ്ട് തന്നെയാണ് അതൊരു ജിനോമിക് ഡിസീസാണ്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഹെറിഡിറ്ററി ബട്ട്സ് എ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ക്യാൻസർ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ക്യാൻസർ ഈസ് എ ജിനോമിക് ഡിസീസ്, മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ കൊച്ചു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പോഴാണ് എറർ ഇൻ സെൽ ഡിവിഷൻ നടക്കുന്നത് ആ ചെറിയ പ്രായത്തിലാണ്. പക്ഷേ ആ ചെറിയ ഗ്രൂപ്പ് ഓഫ് ക്യാൻസർ ഉണ്ട്. ഈ ലുക്കീമിയ, ബ്ലഡാണ് ഏറ്റവും കൂടുതൽ ഡിവൈഡ് ചെയ്യുന്ന സെല്ല്. ബ്രെയിനും ആ കൊച്ചു പിള്ളേർ സമയത്ത് ഒത്തിരി ഡിവൈഡ് ചെയ്യുന്ന ഒരു ട്യൂമറാണ്. അതുപോലെ ബോണ്ട് എൻസൊക്കെ അതൊക്കെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന സെൽസാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പീഡിയാട്രിക് ക്യാൻസർ. പക്ഷേ പീഡിയാട്രിക് ക്യാൻസറിൻ്റെ ഗുണം എന്നുള്ളത് അതിൻ്റെ ക്യൂർ റേറ്റ് ഹസ് ബിക്കം വെരി വെരി ഗുഡ് നൗ. ഇറ്റ് ഈസ് ഓവർ 85-90% ക്യൂർ റേറ്റ് ഉണ്ട് ബ്രെയിൻ ആ കൊച്ചു പിള്ളേർക്ക് വരുന്നത്.
അതും റേഡിയേഷൻ തന്നെയാണോ ഡോക്ടർ? അല്ല, മിക്കവാറും ഇപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ മിക്കവാറും കീമോതെറാപ്പി ആയിരിക്കും. കീമോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി ആയിരിക്കും. ഡോക്ടർ, ഒരു പെർസെപ്ഷൻ ഉണ്ടെന്ന് ഈ the cost of treatment, like so there are several instances where people go bankrupt treating the cancer. So and now you are advocating better to preventive and so how do you balance, especially in the private sector, like, ഞാൻ പറയും ഇതിന് കോസ്റ്റ് കൂടാൻ കാരണം എന്താണ്? കോസ്റ്റ് കൂടാൻ കാരണം എന്നുള്ളത് നമ്മൾ every day some new innovations are coming, but if you look at the innovation, none of the innovation happens in our country. Almost all the innovation, new molecules we are importing. For example, എൻ്റെ ഫീൽഡിൽ തന്നെയാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ളത്, ഇമ്മ്യൂണോതെറാപ്പി ഈസ് ചേഞ്ചിങ് ക്യാൻസർ ഔട്ട്കം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഓൾമോസ്റ്റ് ലൈക്ക് 1 or 2 lakhs per cycle. ഓക്കെ, നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഇന്നോവേഷൻസ് എല്ലാം നടക്കുന്നത് പുറത്താണ്, അതിൻ്റെ ട്രയൽ നടക്കുന്നതും പുറത്താണ്. വളരെ കുറച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇന്നോവേഷൻ ഷുഡ് ഹാപ്പൻ ഇൻ ദ കൺട്രി. അതൊന്നാമത്തെ കാര്യം. പിന്നെ മാത്രമല്ല, ഈ ഫാർമ കമ്പനിയുടെ ഉദ്ദേശം എന്താണ്? എല്ലാ പേഷ്യൻസും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഒരു പുതിയ ട്രയലുണ്ട് ഹെഡ് ആൻഡ് നെക്കിന് തന്നെ. ഇമ്മ്യൂണോതെറാപ്പി ഓപ്പറേഷൻ മുമ്പ് കൊടുക്കണം, അത് കഴിഞ്ഞ് 1 കൊല്ലത്തേക്ക് കൊടുക്കണം എന്നുള്ളതുണ്ട്. ഓക്കെ, അതിന് പകരമായിട്ട് ടാറ്റ ഹോസ്പിറ്റൽ സ്റ്റഡി നടത്തി ഈ ഡോസ് വേണ്ട, ഹാഫ് ദ ഡോസിൽ 1/4 ഡോസിൽ വി ക്യാൻ ഗെറ്റ് സെയിം റിസൾട്ട് എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് ബ്രോട്ട് ദ കോസ്റ്റ് ഡൗൺ. സെക്കൻഡ് വാട്ട് ഇന്നോവേഷൻ വി ക്യാൻ ഡു ഈസ് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഏത് പേഷ്യൻറ്റ് റെസ്പോണ്ട് ചെയ്തു, ഏത് പേഷ്യൻറ്റ് ഡിഡ് നോട്ട് റെസ്പോണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് നോട്ട് എ വെരി റോക്കറ്റ് സയൻസ് അല്ല, അത് ചെയ്യാമെന്നുള്ള എളുപ്പമാണ്. അത് ചെയ്യുവാൻ നമുക്ക് പറയാൻ പറ്റും ഇന്ന പേഷ്യൻസിന് മാത്രം നമ്മൾ ഇങ്ങനെ കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതി എന്നുള്ളത്. പക്ഷേ ഫാർമ വിൽ ബി അഗെയിൻസ്റ്റ് ഇറ്റ്. അതിന് ഗവൺമെൻറ് പോലത്തെ ICMR-ഉം DPT പോലത്തെ ഓർഗനൈസേഷൻ ഷുഡ് സപ്പോർട്ട്. So, cancer treatment is a big factor and cost. So, the moment somebody gets a cancer, they worry more about the cost than mortality, basically. That's what happening. See, has it any changed, like, as the cancer treatment become affordable, or is it becoming more expensive? What is your ഡെഫിനറ്റ്ലി ക്യാൻസറിൻ്റെ ചിലവ് ഒത്തിരി കൂടുന്നുണ്ട്. ചിലവ് ഇസ് ഇൻക്രീസിങ് സെവറൽ ഫോൾഡ്. പക്ഷേ അഫോർഡബിലിറ്റി ഈസ് ഓൾസോ ഇൻക്രീസിങ്. A number of our people have got insurance, either through ESI or through the government system or through their employers. Insurance program. അത് കാരണം ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള ഉണ്ട്. ദേ ക്യാൻ അഫോർഡ് മോസ്റ്റ്. പിന്നെ മാത്രമല്ല, ഒത്തിരി ജനറിക് ഡ്രഗ്സ് ആർ കമ്മിങ് ഫ്രം ഇന്ത്യ. ദാറ്റ് ഹാസ് ബ്രോട്ട് ദ കോസ്റ്റ് ഡൗൺ. പക്ഷേ ദാറ്റ് ഈസ് ഓൾ വി ആർ ക്യാച്ചിങ് അപ്പ് ഗെയിമാണ്. ഇപ്പോൾ ജനറിക്ക് വരണമെങ്കിൽ ഒരു 10 കൊല്ലം എടുക്കും പുതിയ ജനറിക്ക് വരാൻ വേണ്ടിയിട്ട്. so the innovation should happen here. Innovation should happen. So it can be affordable, but also there are lobbies, intervening there. The pharma lobbies, and also the corporatization of these hospitals, which has also increased the cost for the patient, basically. So all these factors are making it more expensive. Do you think that is a factor? See, the corporatization പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റൈസേഷൻ നടക്കണം എന്നുള്ളത് ഒരു there is good thing and bad thing. Okay. Corporatise ചെയ്യുമ്പോഴത്തേക്കും they bring in all the newer modern technology, infrastructure, right, good pay doctors and everything they brought in. പക്ഷേ their only motive is financial out. That's the only motive they have. അപ്പോൾ അത് കാരണം that is not good thing. So more you treatment you do, more benefit they get എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേണ്ടിയിട്ടാണ് there should be guidelines, there should be strict stringency for what should be the right treatment to be given. Our guidelines adopt ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി should be given to public and private sector. അത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യും. സോ അൺനെസറി ട്രീറ്റ്മെൻറ്റ് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. ക്യാൻസർ സെൻറ്റേഴ്സ്, അതായത് RCC, MCC, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സെൻറ്റേഴ്സ് എത്രമാത്രം അതിൻ്റെ ഒരു റോൾ എന്താണ് ഈ പറയുന്ന പോലെ റിസർച്ച് ഒക്കെ ചെയ്യുന്നത്? അല്ല, അതാണ് എനിക്കൊരു ഒരു ഗവൺമെൻറ്റിലായിട്ടുള്ള ഒരു വ്യത്യാസം. ഞാൻ കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ ഡയറക്ടർ ആകാൻ കാരണം തന്നെ അതൊരു ക്യാൻസർ ടെക്നോളജിയുടെ ഒരു ലീഡിങ് ക്യാൻസർ സെൻറ്റർ ആക്കുക എന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ്. അവിടെയാണ് ഇന്നോവേഷൻ നടക്കേണ്ടത്. അവിടെ ആയിരക്കണക്കിന് പേഷ്യൻറ്റ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പം ഒരു RCCയുടെ ഔട്ട്കം നോക്കുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ദ നമ്പർ ഓഫ് പേഷ്യൻസ് ദേ ട്രീറ്റഡ്,
how many innovations I brought in, how many Kerala specific ആയിട്ടുള്ള protocol we brought in. That is what they should do. അവിടെയാണ് എക്സ്പെർട്ടീസ് ഉള്ളത്. If you look at the number of the highly qualified doctors they have, they are amazing doctors. പക്ഷേ what they do is every day they are treating thousands patients. And they look at the outcome നോക്കുന്നത്. Last year I treated 65,000. ഈ പ്രാവശ്യം I treated 68,000. നമ്പർ കൂട്ടുണ്ടെന്നുള്ളത്. It's not the benchmark they should do. They should look at how many research projects they have done, how many innovations you have done, how many training programs you brought in. അതൊക്കെയാണ് നോക്കേണ്ടത്. പക്ഷെ നമ്മളുടെ കേരളത്തിൽ കാണുന്നത് ഈ പറയുന്ന റിസർച്ച് സെൻറ്റേഴ്സിൽ പോലും പാലിലും ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യുന്നത് RCCയിലായിരിക്കും. അതെ അതിന് കാരണം എന്നുള്ളത് മെയിൻലി ബിക്കോസ് ഓഫ് റെപ്യൂട്ടേഷൻ. ഈ കൃഷ്ണൻ നായർ സാർ ഉണ്ടാക്കിയ ആ റെപ്യൂട്ടേഷൻ എന്നുള്ളത് ഇറ്റ്സ് അമേസിങ്. ഓക്കെ, ആ സാറാണ് പറഞ്ഞത് ക്യാൻസർ ഈസ് ക്യൂറബിൾ എന്നുള്ള ഒരു വാക്ക് ബസ്സിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ റെപ്യൂട്ടേഷൻ ഇസ് ബിഗ്. നമുക്കൊരു ക്യാൻസർ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കേരള പീപ്പിൾ വി ആർ വെരി ഇൽനെസ് കോൺഷ്യസ് പീപ്പിൾ എന്ന് പറഞ്ഞു. നമുക്ക് വന്നു കഴിഞ്ഞാൽ വിൽ ഗോ എനി പ്ലേസ് ടു ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ്. എത്ര ദിവസം ക്യൂ ചെയ്ത് നിൽക്കാനും കുഴപ്പമില്ല. ആ റെപ്യൂട്ടേഷൻ്റെ പേരിൽ പോകുന്നതാണ്. അതിന് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ വി ഷുഡ് ഡെവലപ്പ് എ ഡീസെൻട്രലൈസ്ഡ് ക്യാൻസർ കെയർ മോഡൽ. Every PHC should undergo screening. Every taluk hospital should do biopsy and then basic surgery. പിന്നെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെയ്തപോലെ തന്നെ അവിടെ കീമോതെറാപ്പി റേഡിയോതെറാപ്പി ഒക്കെ ചെയ്യണം. വെരി റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ക്യാൻസർ മാത്രമാണ് ഇങ്ങനത്തെ RCC അല്ലെങ്കിൽ CCRC ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അതൊരു 100 കണക്കിന് ബെഡിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതിന്.